പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയയുരീക്കുമൂഹും ഇതിൽ തകൈത്തും ഫിൽ അയ്യുനിക്കും. നിങ്ങൾ കണ്ടുമുട്ടിയ സന്ദർഭത്തിൽ നിങ്ങളുടെ ദൃഷ്ടിയിൽ നിങ്ങൾക്ക് അവരെ അവൻ കുറച്ച് മാത്രമായി കാണിക്കുകയും അവരുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ എണ്ണം കുറച്ച് കാണിക്കുകയും ചെയ്ത സന്ദർഭം ഓർക്കുക. നടക്കേണ്ടതായ ഒരു കാര്യം അള്ളാഹു നിർവഹിക്കുവാൻ വേണ്ടി അത് അള്ളാഹുവിലേക്കാണ് കാര്യങ്ങൾ മടക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ തന്ത്രം എന്തെന്ന് വെച്ചാലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളുടെ എണ്ണം വളരെ കുറവായിട്ട് കാണിച്ചു. അതുപോലെ തന്നെ ശത്രുക്കൾക്കും മുസ്ലിങ്ങളെ പറ്റി കുറഞ്ഞ് എളുപ്പം ജയിച്ചെടുക്കാമെന്നുള്ള ബോധം ഉണ്ടാക്കി. അല്ലെങ്കിൽ അവരിലും ചില ആൾക്കാർ ഇങ്ങനെ ചെകുത്താനെ പ്രീതിപ്പെടുത്തുന്ന ആൾക്കാരുണ്ടാകും. അവർ ഗണിച്ച് നോക്കി പറഞ്ഞിട്ടുണ്ടാകും മുസ്ലിങ്ങളുടെ എണ്ണം വളരെ കുറവാണ് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പൊതുവെ അവർക്കറിയാമല്ലോ, മക്കയിൽ നിന്ന് ഓടിപ്പോയ ആൾക്കാരാണല്ലോ മുസ്ലിങ്ങൾ. അപ്പോൾ അവരുടെ എണ്ണം അവർക്കറിയാം. പിന്നെ മദീനയിൽ നിന്ന് വളരെ കുറച്ച് പേരത്തെ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടാകുമ്പോൾ അവരുണ്ടാവും. പിന്നെ മുസ്ലിങ്ങളുടെ കയ്യിൽ പണമില്ല, അപ്പോൾ നല്ല വാളോ കുതിരയോ ഒന്നും അവർക്ക് ഉണ്ടാവില്ല. എളുപ്പം ജയിച്ചടക്കാമെന്നുള്ള ധാരണയാണ് ശത്രുക്കൾക്കും ഉണ്ടായത്. അപ്പോൾ രണ്ടു കൂട്ടരും യുദ്ധത്തിന് തയ്യാറായി വന്നു. മുസ്ലിങ്ങളുടെ കണ്ണിൽ എന്താണ്, ശത്രുക്കൾ വളരെ എണ്ണം കുറവാണ്, അതുകൊണ്ട് മുസ്ലിങ്ങളും തയ്യാറായി. ശത്രുക്കളുടെ കണ്ണിലും മുസ്ലിങ്ങൾ ദുർബലരാണ്, എണ്ണവും കുറവാണ്, ദുർബലരുമാണ്. പണവുമില്ല, പത്രാസുമില്ല, ആയുധങ്ങളുമില്ല, വാഹനങ്ങളുമില്ല. അപ്പോൾ എളുപ്പം ജയിച്ചടക്കാൻ വേണ്ടി വന്നു. അപ്പോൾ രണ്ടാരും വരികയും അങ്ങനെ ഇവരെന്ത് ചെയ്തു, ഏറ്റുമുട്ടി ദുഷ്ടന്മാരെ നശിക്കുകയും ചെയ്തു. അല്ലേ, നമ്മുടെ ശരീരത്തിൽ നമുക്കറിയാമല്ലോ, വെളുത്ത രക്താണുക്കളും കറുത്ത രക്താണുക്കളും നമ്മുടെ സംഘടനകൾ. അല്ലേ, വെളുത്ത രക്താണുക്കൾ അല്ലെങ്കിൽ കറുത്ത രക്താണുക്കൾ നമുക്ക് ദുഷിച്ച രക്താണുക്കൾ അല്ലെങ്കിൽ ശത്രുക്കളായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പം അവരുടെ എണ്ണം ക്രമാതീതമായി അതിക്രമിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ വെളുത്ത രക്താണുക്കൾ എന്ത് ചെയ്യും, ആദ്യം അവർ പ്രയാസം സഹിച്ച് അവർ പിന്നോട്ട് മാറും. പിന്നെ ശരീരത്തിൻ്റെ നില അപകടത്തിലാകുമ്പോൾ ആ വ്യക്തി രോഗം ശരീരയിലേക്കാവും നമ്മളെ പിടുത്തം വിട്ടു പോകാമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ വെളുത്ത രക്താണുക്കൾ പരിപൂർണമായ ശക്തി സംഭരിച്ച് ഈ കറുത്ത രക്താണുക്കളെ നശിപ്പിക്കും. ആ സമയത്ത് നമ്മൾ പരിപൂർണമായിട്ട് അവശരായിരിക്കും. കാരണം നമ്മളെ ശരീരത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് വെളുത്ത രക്താണുക്കൾ ശക്തി മുഴുവൻ കറുത്ത രക്താണുക്കളെ ഓടിക്കാൻ വേണ്ടി വിനിയോഗിക്കാം. ആ സമയത്ത് നമുക്ക് ഭയങ്കര പനിയും ക്ഷീണവും മയക്കവും ഒക്കെ ആയിരിക്കും. നമുക്ക് ജോലി എടുക്കാനൊന്നും കഴിയില്ല, പലതും നഷ്ടപ്പെടും. നമ്മുടെ ശരീരത്തിൻ്റെ നാവിൻ്റെ രുചി നഷ്ടപ്പെടും, ആരോഗ്യം നഷ്ടപ്പെടും, പലതും നമുക്ക് നഷ്ടപ്പെടും കുറച്ച് ദിവസങ്ങളിലേക്ക്. കാരണം ഈ ശക്തി മുഴുവൻ അതിലേക്ക് വേണ്ടി വിനിയോഗിക്കാൻ, എന്നിട്ട് പരിപൂർണമായിട്ടും അവരെ തുരത്തി ഓടിക്കും. പരിപൂർണമായിട്ടും ഒരുമിച്ച് ചേർന്ന് വെളുത്ത രക്താണുക്കൾ ഒരുമിച്ച് ചേർന്ന് കറുത്ത രക്താണുക്കളെ മുഴുവനായിട്ടും തുരത്തും. എന്നിട്ട് ശരീരം രണ്ടാമത് പൂർണ്ണ രൂപത്തിൽ അതിനേക്കാളും ഊർജ്ജസ്വലതയോടുകൂടി ശരീരം രണ്ടാമതും ആക്റ്റീവാകും. അതുപോലത്തെ തന്ത്രം തന്നെയാണ് ഭൂമിയിൽ നടക്കുന്നത്. എന്താണ് മനുഷ്യ ശരീരം, അത് തന്നെയാണ് ലോകത്തും നടക്കുന്നത്. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ പറഞ്ഞത്, ആരെങ്കിലും ശരീരത്തെപ്പറ്റി പഠിച്ചാൽ അള്ളാഹുവിനെ പറ്റി അറിഞ്ഞു. അല്ലേ, ആരെങ്കിലും ശരീരത്തെപ്പറ്റി അറിഞ്ഞാൽ അവൻ അള്ളാഹുവിനെ പറ്റി അറിഞ്ഞു. അപ്പോൾ ശരീരം എന്താണോ, ശരീരത്തെപ്പറ്റി പൂർണ്ണമായിട്ടും പഠിക്കുക. അത് തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെ നമ്മളെ എഴുത്ത് കൊല്ലത്തിന് അവിടെ പോയപ്പോൾ അവിടെ കനോലി കനാലിൽ കൂടെ കറുത്ത വെള്ളം അവിടെ നിന്നപ്പോൾ അവിടെ ടെക്സ്റ്റൈലിന് മുമ്പിൽ അല്പം ഞാൻ നിൽക്കേണ്ടി എനിക്ക് വന്നു. അപ്പോൾ ഭയങ്കര ദുർഗന്ധം ഗമിക്കുക. അപ്പോൾ കാരണം കറുത്ത വെള്ളമാണ് അതിലൂടെ കനാലിലൂടെ ഒഴുകുന്നത്. പണ്ട് നല്ലൊരു കനാലായിരുന്നു. ആ കനാലിൽ കൂടെ തോണി ഒഴുകുന്നതും ചിത്രമൊക്കെ അവിടെയുള്ള ബസ് സ്റ്റാൻഡിലൊക്കെ പല ചിത്രകാരന്മാർ വരച്ചിട്ടുണ്ട്. അത്രക്കും നല്ല സംശുദ്ധമായ തെളിനീര്, അവിടെ നല്ല നല്ല മത്സ്യങ്ങൾ, നല്ല ജനങ്ങൾ ചൂണ്ടയിട്ട് മത്സ്യങ്ങളെ പിടിച്ചിരുന്ന സ്ഥലമാണ്. ശുദ്ധമായ ജലമായിരുന്നു. ആ ജലമൊക്കെ കറുത്ത് ദുർഗന്ധം വമിക്കുന്നതായി മാറി. എന്താ കാരണം, മെയിനായിട്ട് അവിടെ ഒരു ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലുണ്ട്. അവർ പല മാലിന്യങ്ങളും അതിലേക്ക് ഒഴുക്കും. പിന്നെ എല്ലാ വീട്ടുകാരും കക്കൂസ് മാലിന്യങ്ങൾ അതിലേക്ക് ഒഴുക്കും. അങ്ങനെ ദുർഗന്ധപൂർണമായി കറുത്തരുണ്ട്, അത് കറുത്ത് പോയി. അല്ലേ, ജലം കറുത്ത് പോയി. അതുപോലെ നമ്മുടെ ശരീരത്തിലും നമ്മുടെ രക്തധമനിയിൽ കൂടെ രക്തങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, ശുദ്ധരക്തം അശുദ്ധ രക്തമൊക്കെ. നമ്മൾ ഉള്ള കൊളസ്ട്രോൾ കൂടിയ സാധനങ്ങളൊക്കെ എണ്ണയും ഇതൊക്കെ വറുത്തതും പൊളിച്ചതൊക്കെ കഴിച്ച് നമ്മുടെ ഈ ഞരമ്പുകളിലൊക്കെ എന്ത് ചെയ്യും,
കൊഴുപ്പ് അടിഞ്ഞുകൂടി അത് ഒഴുകാൻ കഴിയാതെ ആ കല്ലാലിപ്പുഴയിലെ ജലം ഒഴുകുന്നില്ല, കെട്ടിക്കിടക്കുകയാണ്. കാരണം ഒഴുക്ക് നഷ്ടപ്പെട്ടു പോയി ഫുള്ള് ചളിയും മാലിന്യങ്ങളും ഒക്കെ കുളവായി നടത്തിയിരിക്കുകയാണ്. അപ്പം അതുപോലെ നമ്മുടെ ശരീരത്തിലും അതുപോലെ തന്നെ പല മാലിന്യങ്ങൾ നിറഞ്ഞ് അവിടെ പിന്നെ രക്തം വേണ്ട വിധത്തിൽ ഒഴുകാതെ പിന്നെ അതുപോലെ ശരീരത്തിൽ ബ്ലോക്ക് വരുന്നത് നമുക്കറിയാൻ പറ്റും. ശരീരത്തിൽ ബ്ലോക്ക് വരുന്നു, രക്തം ഒഴുകാത്ത മറ്റു പല പ്രശ്നങ്ങൾ, പിന്നെ കൈകാല് വേദന, കഴപ്പ്, മരവിപ്പ്, ഇതൊക്കെ എന്താണ് രക്തം ശരിക്കും ഒഴുകാത്ത പ്രശ്നമാണ്. ഈയുള്ളവനും അങ്ങനെ പ്രശ്നമുണ്ട്, മരവിപ്പ്, രക്തം ഒഴുകാത്ത ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ശരീരത്തിൽ നടക്കുന്നത് അതിനെപ്പറ്റി ശരിക്കും പഠിച്ചാൽ ഈ പ്രപഞ്ചവും ഈ ഭൂമിയിലും നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ശരീരം തന്നെയാണ് പ്രപഞ്ചം. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുക. നമ്മൾ പറഞ്ഞു വരുന്നത് ഒരു കാര്യം അള്ളാഹു നടക്കേണ്ടതായ കാര്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്തു എന്നത്. അവരെന്താ നശിക്കണം മനസ്സിലായി. ആ ശത്രുക്കൾ വ്യക്തമായ തെളിവോടുകൂടി നശിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടി അവരെ കൊണ്ടുവരണം മനസ്സിലായി. അവരെ വേണ്ടി എത്തിക്കുക എന്നുള്ള ധർമ്മമാണ് ഇവിടെ നിർവഹിച്ചുകൊണ്ടിരുന്നത് മനസ്സിലായി. നമുക്ക് ഹൈന്ദവ പുരാണങ്ങൾ രാമായണത്തിലൊരു സംഭവം പറയാമല്ലോ. പിന്നെ ഈ മാരീച് എന്ന വ്യക്തിയിലെ വേഷം മാറി വന്നിട്ട് പിന്നെ ലക്ഷ്മണനെ അവിടെ നിന്ന് അതിനെത്തിക്കുക എന്ന ശേഷം സീതയെ തട്ടിക്കൊണ്ടുപോകുക, ഒരു ലക്ഷ്യം നിർവഹിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു അയ്യർ ദി ഗ്രേറ്റ്. അതിലേക്കും സംഭവം ഒരു വില്ലനെ നായകൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു വില്ലൻ്റെ സഹായി ശ്രമിക്കുന്നുണ്ട്. അപ്പം അതിനെത്തിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തു, വില്ലനെ സഹായിക്കുകയും പിന്നെ വെടിയേൽക്കുന്നുണ്ട്. വെടിയേറ്റിട്ട് പോലും എങ്ങനെയൊക്കെയോ ചുമരിലൊക്കെ ചവിട്ടിട്ട് ആ ഒരു ട്രോളിയിലാണ് യഥാർത്ഥ വില്ലൻ വരുന്നത്. ട്രോളിയിൽ കിടന്ന് രഹസ്യമായിക്കൊണ്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു ട്രോളിയിൽ രഹസ്യ അറയിൽ ഇരിക്കുകയാണ്. എന്നിട്ട് വില്ലൻ്റെ സഹായിയാണ് ട്രോളി ഉന്തിക്കൊണ്ടുപോയി മമ്മൂട്ടിയുടെ മുറിയിലെ തൊട്ടടുത്തെത്തുമ്പോഴത്തെ വെടി ഏറ്റുപോകുന്നുണ്ട്. വില്ലൻ്റെ സഹായിക്ക് വെടി ഏറ്റിട്ടും ഉള്ള ശക്തിയിൽ എങ്ങനെയൊക്കെയോ ശക്തി സംഭരിച്ച് ചുമരിലൊക്കെ ചവിട്ടി നിന്നുകൊണ്ട് ആ ട്രോളി എങ്ങനെയൊക്കെയോ മമ്മൂട്ടിയുടെ മുറിയിലേക്ക് തള്ളി കയറ്റി വിടുന്നുണ്ട്. എന്നിട്ട് വില്ലൻ എന്ത് ചെയ്യുന്നുണ്ട്, മമ്മൂട്ടിയെ വെടിവെച്ച് കൊല്ലുന്നുമുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇവിടെ അവിടെ പിന്നെ വില്ലനെയാണ് കൊല്ലുന്നതെങ്കിൽ ഇവിടെ ശത്രുവിനെയാണ് കൊല്ലുന്നത്. ഇവിടെ ആ ശത്രുവിലേക്ക് എത്തിക്കുക, എങ്ങനെയെങ്കിലും എത്തിച്ചിട്ട് അവിടെ പരിപൂർണമായിട്ടും കൊന്നൊടുക്കുക. അതുപോലെ തന്നെ നമ്മളെ ശരീരത്തിലെ രക്താണുക്കൾ പ്രത്യേക ഒരു സ്ഥലത്തായിരിക്കും ഉണ്ടാവുക. വെളുത്ത രക്താണുക്കൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലം. അപ്പം സാധാരണ സംഭവത്തിൽ ഈ വെളുത്ത രക്താണുക്കൾക്ക് പിന്നെ ഇവരെ ആക്രമിക്കാൻ കഴിയില്ല. കാരണം ശരീരത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട വലിയ ബാധിച്ച ജോലി വെളുത്ത രക്താണുക്കൾക്കുണ്ട്. അപ്പം ശരീരം അപ്സെറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ വലിയ പനി ക്ഷീണമായിട്ട് ശരീരം കിടക്കുമ്പോൾ ഇവർക്ക് ശരിക്ക് സമയം കിട്ടുന്നു. അപ്പോൾ അവർ മെനക്കെട്ട് എല്ലാവരും വെളുത്ത രക്താണുക്കൾ ഒരുമിച്ച് എല്ലാവരും കൂടി ഒന്ന് ചേർന്നിട്ട് ഈ കറുത്ത രക്താണുക്കളെ തുരത്തുകയും പരിപൂർണമായിട്ടും ശരീരം ശുദ്ധിയാക്കി എടുക്കുകയും ചെയ്യുന്നു അല്ലേ. ഇപ്പോൾ നമുക്കറിയാമല്ലോ രാഷ്ട്രീയക്കാരൊക്കെ പല തട്ടിപ്പുകളും ഇപ്പോൾ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും അവരൊക്കെ കൈയിട്ട് വാരുന്നു അല്ലേ. ഇപ്പോൾ മറ്റൊരു പള്ളിയും കൂടി പിടിച്ചെടുക്കാൻ പോവുകയാണ് UP-യിലും. നമുക്കറിയാം അയോധ്യ ക്ഷേത്രം പിടിച്ചെടുത്തു അവർ, പിന്നെ ബാബരി മസ്ജിദ് പിടിച്ചെടുത്തു. ഇപ്പോൾ മറ്റൊരു പള്ളി പേപ്പറുണ്ടായിരുന്നു, സമ്പൽ പള്ളി സർവേ തടഞ്ഞ് ഹൈക്കോടതി തടഞ്ഞ്. എന്നിട്ട് എന്താ പറഞ്ഞത്, പള്ളി കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിക്കണം എന്ന് സുപ്രീം കോടതി പറയാം. സുപ്രീം കോടതി ഹൈക്കോടതിയൊക്കെ ഒറ്റക്കെട്ടാണ്. എന്നിട്ട് അവർ സുപ്രീം കോടതി എന്താണ് പറയുന്നത്, പള്ളി കമ്മിറ്റിയോട് പറയാം നിങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കണം. അപ്പം ശരിക്കും പള്ളി കമ്മിറ്റിക്കാർ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടാവില്ല. അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഈ കോടതിയിൽ വിശ്വാസം നഷ്ടപ്പെട്ട് അവർ വിശ്വാസികൾ എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ട് അവിടെ പിന്നെ സർവേ നടത്തിയവരെ അടിച്ചു ഓടിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്നിട്ട് സുപ്രീം കോടതി പറയുകയാണെങ്കിൽ നിങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കണം. അവർക്ക് സംഭവം എളുപ്പമായല്ലോ. പണ്ടൊരു ഇതുണ്ടായിരുന്നു, ഇബ്രാഹിം മുണ്ടക്കൽ, അയാൾ ക്രിസ്ത്യനും പാതിരിയൊക്കെ ആയിരുന്നു. അയാൾ ഇസ്ലാമിനെ പറ്റി സന്ദേശം മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് വന്ന് അത് ക്രിസ്ത്യാനിയും പുരോഹിതന്മാർക്ക് സഹിച്ചില്ല. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു, അവരെ ഈ ഇബ്രാഹിം മുണ്ടക്കനെ
അരമനയിലേക്ക് വിളിപ്പിച്ചു. ഇയാൾ പോയില്ല. അപ്പോൾ ഇയാളെന്താ പോകാത്തതെന്താ കാരണം വെച്ചാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് തന്നെ ശരിയാക്കുക എളുപ്പമാണ്. അവിടെ ക്രിസ്ത്യൻ പുരോഹിതന്മാരും ആരൊക്കെ ഒരു 100 ആൾക്കാരുണ്ടാവും. അവരൊക്കെയാണ് ഇയാളെ വിളിപ്പിക്കുന്നത്. അപ്പോൾ ഇയാളെ കൊന്ന് കിണറ്റിൽ കൊണ്ടിടും. അതാണ്. അപ്പോൾ ഇയാൾ അങ്ങോട്ട് പോയിട്ടില്ല. അതുപോലെ തന്നെ ഇവർ എന്താ ചെയ്യുന്നത്, ഈ പള്ളി കമ്മിറ്റി, സുപ്രീം കോടതി എന്താ പറയുന്നത്, പള്ളി കമ്മിറ്റിക്കാർ എന്താ പറയുന്നത്, നിങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കണം. ഹൈക്കോടതിയെ സംബന്ധിച്ച് ഹൈക്കോടതിയൊക്കെ സുപ്രീം കോടതി തന്നെയാണ്. ഇല്ലുമിനാറ്റി ഭരണകൂടമാണ് ഇവിടെ ലോകം മുഴുവൻ ഭരിക്കുന്നത്. ഉത്തര കൊറിയയും ഇറാനും ഒഴിച്ച് ബാക്കി എല്ലാ നാടുകളും ഇല്ലുമിനാറ്റിയുടെ അണ്ടറിലാണ് ഭരിക്കുന്നത്. അപ്പോൾ ഈ സുപ്രീം കോടതിയൊക്കെ അവരുടെ കയ്യിൽ തന്നെയാണ്, ഹൈക്കോടതിയൊക്കെ അവരുടെ കയ്യിൽ തന്നെ. അവർ ഉദ്ദേശിച്ച് നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഒരു കേസന്വേഷണം പിണറായി ചെയ്യുന്ന ഒരു തട്ടിപ്പും കേസന്വേഷണമില്ലാതെ പോകുന്നത്. ലാവലിൻ കേസ് 100 തവണ നീട്ടിക്കൊണ്ടു പോകുന്നു. അതുകൊണ്ടാണ്. പിണറായിയും ഇല്ലുമിനാറ്റിയുടെ ആളാണ്, കോടതിയും അവരുടെ ആളാണ്, ഒക്കെ അവരുടെ ആളാണ്. അപ്പോൾ ജനങ്ങളെ വീട്ടുകളാക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യും, നാടകങ്ങൾ കാണിക്കുക, അല്ലാണ്ട് യഥാർത്ഥ ആളുകളെ പിടിക്കുക, യഥാർത്ഥ കുറ്റവാളികളെ പിടിക്കുകയൊന്നും ചെയ്യില്ല. എല്ലാവരും കയറൂരി വിടും. കാരണം കള്ളന്മാരുണ്ടെങ്കിൽ പോലീസുകാർക്ക് ഒരു പണി ഉണ്ടാവുള്ളൂ. അപ്പോൾ കള്ളന്മാരെ മേലേക്ക് പിടിക്കില്ല. അങ്ങനത്തെ ഒരു തരികിട ഇതാണ് ഇല്ലുമിനാറ്റികൾ നടത്തുന്നത്. പറഞ്ഞു വരുന്നത് ഇങ്ങനെ എല്ലായിടത്തും ചതിയും വഞ്ചനയാണ്. അപ്പോൾ ഇതിൽ നിന്ന് മോചനം വേണം. എന്ത് ചെയ്യണം? എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ച് ഇറങ്ങിയിട്ട് രാഷ്ട്രീയക്കാരെ മൊത്തം അടിച്ചൊതുക്കണം. അതുപോലെ തന്നെ ഈ കള്ളക്കോടതികളും തിന്മകൾ നമുക്കറിയാമല്ലോ. ഒരുപാട് പെൺകുട്ടികൾ പീഡനമേറ്റ് അവരുടെ മാതാപിതാക്കൾ അവരുടെ പെൺകുട്ടികളെ ഉപദ്രവിച്ചതിനെതിരെ കാലങ്ങളോളം കേസ് കൊടുത്ത് കിടപ്പാടം വരെ പണം വെച്ച് കേസ് കൊടുത്തിട്ടും വിജയം കാണാതെ അവരെങ്ങനെ മരണപ്പെട്ടു പോയി. എത്ര വിദുര പെൺകുട്ടിയായാലും മറ്റ് സ്വീഡനിലെ പെൺകുട്ടികളുടെ മാതാപിതാക്കളൊക്കെ അവർ ലക്ഷങ്ങൾ വക്കീൽ ഫീസൊക്കെ കൊടുത്ത് കോടതി വരാതെ കയറി ഇറങ്ങിയിട്ടും അവർക്കൊന്നും കാര്യം കിട്ടിയില്ല, കുറ്റവാളികളെ ശിക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഒരു ഒത്തുകളിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് മോചനം വേണമെങ്കിൽ എന്ത് വേണം? ഇങ്ങനത്തെ കോടതിയും കേസും ഇങ്ങനത്തെ നൂലാമാലയും ഗുലുമാലും ഒക്കെ അടിച്ചു ഓടിച്ച് നല്ലൊരു ഭരണം വീണ്ടെടുക്കണം. അതിന് ജനങ്ങളെല്ലാവരും ഒരുമിച്ചിങ്ങോട്ട് ഇറങ്ങണം. അതേ രക്ഷയുള്ളൂ. അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. കറുത്ത രക്താണൊക്കെ നശിപ്പിക്കാൻ വേണ്ടി വെളുത്ത രക്താണൊക്കെ ഒരുങ്ങി ഇറങ്ങും. അതുപോലെ തന്നെയാണ് ഇവിടെ പ്രവാചകന്റെ കാലത്തും സംഭവിച്ചത്. ഒരുങ്ങിയിട്ട് ഇറങ്ങി. കാരണം അവരെ ജീവിക്കാൻ അനുവദിച്ചില്ല. അള്ളാഹിനെ മാത്രം ആരാധിക്കണമെന്ന് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അതിനു വേണ്ടി അവർ മക്കയിൽ നിന്ന് അടിച്ചോടിച്ച് പഴയത്തിന് മദീനയിലും ജീവിക്കാൻ അനുവദിച്ചില്ല. മദീനയെത്തിയപ്പം ഇവരെന്താ പറഞ്ഞത്? മുഹമ്മദിനും കൂട്ടരും ഇങ്ങോട്ടേ മക്കയിലേക്ക് തന്നെ പറഞ്ഞേക്കണം, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ മദീനയിലത്തെ ഭരണാധികാരി എന്ത് ചെയ്തു? എന്തോ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവരോട് അനുകമ്പ കാണിച്ചു. മുഹമ്മദ് നബിയും കൂട്ടി ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞേക്കില്ല എന്ന് അങ്ങനെ അവരുടെ സംരക്ഷണത്തിന് കഴിഞ്ഞു പോരുകയുണ്ടായി. എന്നിട്ടും ഇവർ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തു. അപ്പം അങ്ങനെയുള്ള ദ്രോഹികളെ നശിപ്പിച്ചല്ലേ പറ്റും. അങ്ങനെ അതിനു വേണ്ടിയാണ് അള്ളാഹു ഇവരെ കൊണ്ടുവന്നത്. ഒരു സമ്മേളനത്തിലേക്ക്, ഒരു സമ്മേളന നഗരിയിലേക്ക് കൊണ്ടുവന്നല്ലേ. നമ്മൾ എലികളെ പിടിക്കാൻ വേണ്ടി നമ്മൾ കൂടിനടുത്തേക്ക് എലി വരാൻ വേണ്ടി നമ്മൾ ഓരോ സാഹചര്യങ്ങൾ ഉണ്ടാക്കി വെക്കുമല്ലോ. കൂടിൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഭക്ഷണ പൂളയൊക്കെ ഇട്ട് വെക്കും അവിടേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ആന കുഴിയിലേക്ക് ചാടാൻ വേണ്ടിയിട്ട് ആ കുഴിയിലേക്കുള്ള വഴിയിലൊക്കെ നമ്മൾ കരിമ്പ് വെക്കും. അങ്ങനെ കരിമ്പ് തിന്നുന്ന അവസാനം കുഴി പോയി ചാടും. അതുപോലെ ഈ ഭൂമിയുടെ ശത്രുക്കളെ നശിപ്പിക്കാൻ വേണ്ടി അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അവരെ നശിപ്പിക്കുന്നതിൻ്റെ ജോലി ആരാണ്? മുസ്ലിങ്ങളും ഇങ്ങോട്ടും വരണം, അവർ ശത്രുക്കളും ഇങ്ങോട്ട് വരണം, മുസ്ലിങ്ങളും ഇങ്ങോട്ടും വരണം. അങ്ങനെയുള്ള തന്ത്രമാണ് അള്ളാഹു ഇവിടെ നിറവേറ്റത്. തികഞ്ഞ തന്ത്രജ്ഞനും യുക്തിമാനുമായ നാഥ, അതുപോലെ നമ്മുടെ ഭൂമിയിലും ഇപ്പോഴും ഈ ദോഷകാരിയായ ജനങ്ങൾ അധികരിച്ചിട്ടുണ്ട്. അവരെ നീ പരിപൂർണമായി തകർക്കണമേ തമ്പുരാനെ. അത്തരം ജനങ്ങളെ പരിപൂർണമായി തകർക്കാൻ വേണ്ട യുക്തിയും ബോധവും തത്വജ്ഞാനവും തന്ത്രജ്ഞാനവും ഒക്കെ നീ എല്ലാ സത്യവിശ്വാസികൾക്കും നൽകണമേ തമ്പുരാനെ. ആമീൻ.